സംസ്ഥാന സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് തലസ്ഥാനത്ത് സത്യഗ്രഹം ഇരിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേഖലാ ആസ്ഥാനത്തിന് മുന്നിലാണ് സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും സത്യഗ്രഹം ഇരിക്കുന്നത്. നോട്ട് നിരോധനം വന്നതിന് ശേഷം രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ് ഒരു മുഖ്യമന്ത്രി മന്ത്രിസഭാംഗങ്ങളും സത്യാഗ്രഹം ഇരിക്കുന്നത്. വിവരങ്ങളുമായി ഷീജ ചേരും. അതിനു മുൻപ് AK ബാലൻ തത്സമയം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഷീജ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരി, AK ബാലന്റെ വാക്കുകളിലേക്ക്. പല സംവിധാനങ്ങളുണ്ടല്ലോ, കള്ളപ്പണം ഉണ്ടെങ്കിൽ പിടിക്കാനോ. സംസ്ഥാന ഗവൺമെന്റിന്റെയും അതുപോലെ ജനത ആ സകലം രംഗത്തിറങ്ങിയാണ്. അത് ഇന്ത്യ രാജ്യത്തിലെ ജനരോഷത്തിന്റെ അഗ്നിജ്വാല ആളിക്കത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ സമര നേതൃത്വം. മന്ത്രി AK ബാലന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന സത്യാഗ്രഹ സമരം പ്രത്യേകിച്ചും സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു ചരിത്ര സംഭവം ഇവിടെ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏതായാലും മന്ത്രി AK ബാലൻ തന്നെ ഇവിടെ നേരിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം, ഏത് രീതിയിൽ വലിയ ഒരു പ്രതിഷേധത്തിലേക്കാണ് സംസ്ഥാനം ഒന്നടങ്കം നീങ്ങുന്നത് ഇപ്പോൾ? ഇത് രാജ്യദ്രോഹമാണ്, ജനദ്രോഹമാണ്. ഇത് ഇന്ത്യ രാജ്യത്തിലെ ജനതയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ നശിപ്പിക്കുക എന്നുള്ളത് BJPയുടെയും RSSന്റെയും അജണ്ടയാണ്. കാരണം ഇത് നമ്മുടെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അവിഭാജ്യ ഭാഗമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനതയ്ക്ക് നാനാവിധത്തിലും ജനോപകാരപ്രദമായിട്ടുള്ള ഒട്ടേറെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ, നീതി ലഭ്യമാക്കുന്നതിന് ഈ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് തകർക്കുക എന്നുള്ളതാണ് RSSന്റെയും BJPയുടെയും നയം. അതിൻ്റെ ഭാഗമായിട്ടാണ് കല്ല് വെച്ച നുണപ്രചരണങ്ങൾ ഇവർ ഇവിടെ നടത്തുന്നത്. ഇത് കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമെന്നാണ് പറയുന്നത്. കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് പിടിച്ചെടുക്കാൻ. നിങ്ങളുടെ പണം ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ബാങ്കിലുള്ള പണം എന്ന് പറയുന്നത് വൈറ്റാണ്, ഇൻകം ടാക്സ് കൊടുത്ത പണമാണ്. ഇൻകം ടാക്സ് കൊടുക്കാത്ത പണം നാഷണലൈസ്ഡ് ബാങ്കിൽ ഉണ്ടാകില്ല. അറ്റ് സോഴ്സ് പിടിക്കാം. അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ നിയന്ത്രണം എന്തിനു വെക്കുന്നു? ഇവിടെ ഈ നിയന്ത്രണം വെക്കുന്ന സമയത്ത് ഒരാൾക്കൊരു ഒരു കല്യാണത്തിന് ഒരു പന്തൽ കെട്ടാൻ പറ്റില്ല, ഒരു ഭക്ഷണ സാധനം കൊടുക്കാൻ പറ്റില്ല, സ്വർണം വാങ്ങാൻ പറ്റില്ല, മത്സ്യം വാങ്ങാൻ പറ്റില്ല. ആ സമയത്ത് 500 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് ആർഭാടമായിട്ടുള്ള ഒരു കല്യാണം BJPൻ്റെ നേതാവ് നടത്തിയത്. അതിന് ഇവരൊക്കെ പോയിട്ടുണ്ടല്ലോ. 8 ഏക്കർ സ്ഥലത്താ 50,000 ആൾക്കാരെയാണ് വിളിച്ചത്. 7 ഗേറ്റാ. ഒരു സാരിക്ക് 70 കോടിയാ, 70 കോടിൻ്റെ ആഭരണ. അതൊക്കെയല്ലേ ആദ്യം നിർത്തേണ്ടത്? ഇവിടെയുള്ള പാവപ്പെട്ടവൻ്റെ മേലെ കുതിര കയറിയാണോ ചെയ്യേണ്ടത്? ഇവിടെ ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് പിടിക്കാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എന്തെല്ലാം സംവിധാനമുണ്ട്. BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ 25 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം വിദേശത്തുണ്ട്, ഞങ്ങൾ പിടിച്ചെടുക്കും. ജനങ്ങളോട് ഞങ്ങൾ പറയും ഇന്ത്യ ആൾക്കാരാണ് കള്ളപ്പണം നിക്ഷേപിച്ചത്, അത് ഇന്ത്യ രാജ്യത്തിലെ ജനതയ്ക്ക് വിതരണം നടത്തും. ഞങ്ങൾ ഓരോരുത്തൻ്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വരും. 10 പൈസ വന്നോ? ഇവിടെ ഒരുത്തൻ്റെ പെൻഷൻ വാങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ ശമ്പളം വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ദുരിതാത്. പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു മാസമാണിത്. 10 പൈസ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് എല്ലാ വകുപ്പിൻ്റെയും സ്ഥിതി. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ ജനരോഷത്തിൻ്റെ അഗ്നിജ്വാല ആളിക്കത്തും. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നേതൃത്വം കൊടുക്കുന്ന ഈ ജനകീയ പ്രക്ഷോഭം, ഇത് ഒരു സിംബോളിക്കായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള സമരമാണ്. അതേസമയത്ത് കള്ളനോട്ടും അതുപോലെ തന്നെ കള്ളപ്പണവും കണ്ടുപിടിക്കുന്നതിന് നല്ല വിശ്വാസത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിനും പരിപൂർണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. നന്ദി മിനിസ്റ്റർ. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ഒരു നീക്കത്തിനെതിരെയാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഈ സമരം ആരംഭിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് മന്ത്രി AK ബാലൻ വിശദീകരിച്ചിരിക്കുന്നത്. കള്ളപ്പണത്തിനെതിരായ ഒരു നടപടിയോടും സംസ്ഥാനത്തിന് യോജിപ്പില്ല, എന്നാൽ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ അനുവദിക്കില്ല. അതിനുള്ള നീക്കങ്ങൾ, അതിനുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്, അതിന്റെ ഒരു ആദ്യ സ്വരം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു സമരം ആരംഭിക്കുന്നത് എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്.
ഷീജ, അതുപോലെ തന്നെ ഒരുപക്ഷെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലും സംസ്ഥാനത്തിനെതിരെ ആക്ഷേപവുമായി കുമ്മനം കഴിഞ്ഞ ദിവസം എത്തിയതൊക്കെ നമുക്കറിയാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ രാജ്യം ഈ ഒരു വിഷയത്തിൽ ഏതാണ്ട് 11ാമത്തെ ദിവസത്തിലേക്ക് അടയ്ക്കുമ്പോഴും ഈ ഒരു വിഷയത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിഷേധത്തിലേക്ക് സംസ്ഥാനം പോകുന്നത്. ഒരു മുഖ്യമന്ത്രി സമരത്തിലേക്ക് പോകുന്നു. ആ വിധത്തിലുള്ള ശക്തമായ ഒരു സമരം ഇത് ഏത് വിധത്തിലാണ് കൈകാര്യം ചെയ്യുക? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സൗമ്യ, തീർച്ചയായും ഒരു ചരിത്ര സമരത്തിനാണ് അല്പസമയത്തിനകം ഇവിടെ തിരുവനന്തപുരം റിസർവ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം, സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഇവിടെ ഒരു സമരം നടത്താൻ പോകുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ ജനങ്ങളുടെ ഒരു അവകാശം സംരക്ഷിക്കുവാൻ വേണ്ടി എന്ന് തന്നെ പറയാം. പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്നത് സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നയത്തിനെതിരെയാണ് ഈ സമരം എന്ന് തന്നെയാണ്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും കള്ളപ്പണം എന്നതിനോട് സംസ്ഥാനത്തിന് യോജിപ്പില്ല. കള്ളപ്പണം കണ്ടെത്താൻ പല പല മാർഗങ്ങളുണ്ട്. അതെല്ലാം നടപ്പാക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് സഹകരണ മേഖലയെ മാത്രം ഇത്തരത്തിൽ ഇതിന് പിന്നിൽ ഒരു വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ബി.ജെ.പിയും സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കളും ആ രീതിയിലുള്ള ഒരു പ്രചരണം തന്നെയാണ് അഴിച്ചുവിടുന്നത്. സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ ഒരു കള്ളപ്പണത്തിന്റെ കൂത്തരങ്ങായി മാറുന്നു എന്ന തരത്തിലുള്ള ആണ് അവരുടെ പ്രചരണം. എന്നാൽ ഇതിനെതിരെ ഒറ്റക്കെട്ടായാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കിയത്. ആവശ്യമെങ്കിൽ ഈ വിഷയത്തിൽ സംയുക്തമായി ഒറ്റക്കെട്ടായി തന്നെ ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാം, അതിനും തങ്ങൾ തയ്യാറാണ് എന്ന് തന്നെയാണ് യു.ഡി.എഫും ഒന്നടങ്കം വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു ചരിത്ര സമരത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആനാവൂർ നാഗപ്പൻ ചേരുന്നുണ്ട്. ഏത് രീതിയിൽ, പ്രത്യേകിച്ചും അത്തരത്തിലൊരു ചരിത്ര സമരത്തിനാണ് അല്പസമയത്തിനകം റിസർവ് ബാങ്കിന്റെ മുൻവശം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഏത് രീതിയിൽ ഒരു വലിയ പങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്? വലിയ പങ്കാളിത്തം, നല്ല ജനപങ്കാളിത്തം ഇവിടെ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നല്ല സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ സമരത്തിനുണ്ടായിരിക്കുന്നത്. കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായൊരു ഘട്ടമാണ്. ഈ നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരു ബാങ്കിന് മുമ്പിൽ സമരത്തിലേക്ക് എത്തുന്നത്. അത് ആ അർത്ഥത്തിൽ തന്നെ ജനങ്ങൾ അത് സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മുടെ രാജ്യത്തെ ഈ സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജനജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വായ്പ അനുവദിച്ചിട്ടുള്ളത് സഹകരണ പ്രസ്ഥാനമാണ്. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ളത് സഹകരണ പ്രസ്ഥാനത്തെയാണ്. കേരളത്തിലെ എല്ലാ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇടപെടുന്നൊരു പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. സഹകരണ പ്രസ്ഥാനത്തെ അടിമുടി തകർക്കുക എന്ന ഷീജ അവിടെ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയൊരു പ്രതിഷേധത്തിലേക്കും വലിയൊരു പ്രക്ഷോഭത്തിലേക്കും ഒക്കെയാണ് സംസ്ഥാനം പോകുന്നത്. നോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സാധാരണക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനം നിരവധിയായ ഇളവുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പരിമിതിയുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ കൂടിയാണ് ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കപ്പെടണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഷീജ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഇവിടെ കള്ളപ്പണമാണ് ഈ സഹകരണ മനുഷ്യൻ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന നിലപാടാണ് ഈ ബി.ജെ.പി നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബി.ജെ.പിയുടെ നേതാക്കന്മാർ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. കള്ളപ്പണക്കാർക്ക് വേണ്ടിയുള്ള കോടാനുകോടി ഉറുപ്പിക എഴുതി തള്ളാൻ യാതൊരു ലജ്ജയുമില്ലാത്ത ഗവൺമെൻറ്റാണ്, മടിയുമില്ലാത്ത ഗവൺമെൻറ്റാണ് മോഡിയുടെ ഗവൺമെൻറ്. കള്ളപ്പണക്കാരുടെ ദല്ലാളാണ് മോഡി. ഈ കേരളത്തെ തകർക്കാൻ വേണ്ടിയാണ് ബി.ജെ.പി പരിശ്രമിക്കുക. തീർച്ചയായും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരായി അണിനിരക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. തീർച്ചയായും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആയുള്ള ഒരു ചരിത്ര സമരത്തിന് 10 മണിയോടുകൂടിയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. അത് വൈകുന്നേരം 5 മണി വരെയാണ്. ഏത് രീതിയിലായിരിക്കും 10 മണി മുതൽ 5 മണി വരെയുള്ള മറ്റ് പോഷക സംഘടനകളുടെ ഐക്യദാർഢ്യം, ഏത് രീതിയിലായിരിക്കും ഈ സമരം ഇന്ന് വൈകുന്നേരം വരെ പോവുക? എല്ലാ സംഘടനകളും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളായി ഇവിടെ എത്തും. ഈ ബഹുജന പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള ജനങ്ങൾ, നമ്മുടെ ഈ ജില്ലയിലുള്ള മറ്റ് വിവിധ പാർട്ടി ഏരിയ കമ്മിറ്റികൾ, ഇവരെല്ലാം തന്നെ
നൂറുകണക്കിന് സഖാക്കൾ ഓരോ മേഖലയിൽ നിന്ന് ഇവിടെത്തി ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ രീതിയിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ഒരു നീക്കം, അതിൽ വലിയ തോതിൽ ബുദ്ധിമുട്ട്, പൂർണ്ണമായും ഒരു സ്തംഭനത്തിലേക്ക് തന്നെ ജനങ്ങളുടെ ജീവിതം നീങ്ങുന്ന അവസ്ഥ, ഒരു കല്യാണ ആവശ്യത്തിനാകട്ടെ, ഒരു ആശുപത്രി ആവശ്യത്തിനാകട്ടെ, അത്തരത്തിൽ ജനങ്ങൾ വലിയ തോതിൽ ഓരോ ദിവസം കഴിയുന്നോറും അതിന്റെ ബുദ്ധിമുട്ട് വർദ്ധിക്കുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വ്യക്തമായ ഒരു രാഷ്ട്രീയ ഒരു അജണ്ട തന്നെയല്ലേ ഈ നടപ്പാക്കുന്നത്? ഇത് കേരളത്തെ തകർക്കാനുള്ള വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. കേരളം ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഒരു BJP നേതാവ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, കേരളത്തിലെ ജനങ്ങൾ ധൂർത്ത് കിടത്തുകയാണ്. 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ട് നിരോധിച്ചതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കേരളത്തിൽ ധൂർത്തായി ജീവിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതിൽ അസഹിഷ്ണുത ഉള്ളവരാണ് BJP. കേരളം വളരുന്നതിൽ അസഹിഷ്ണുതയുള്ളവരാണ് BJP നേതൃത്വം. UPയും ബീഹാറും പോലെ പാവപ്പെട്ടവൻ അടിമകളായി ജീവിച്ചോളണം എന്ന നിലയിലാണ് BJP നേതൃത്വം ചിന്തിക്കുന്നത്. ഇവിടെ തൊഴിലാളികളും സാധാരണ ജനങ്ങളും എല്ലാ വിഭാഗം മനുഷ്യന്മാരും അന്തസ്സായി ജീവിക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം. സമ്പത്ത് വിഭജിക്കപ്പെട്ട, താഴോട്ടേക്ക് വിഭജിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഈ കേരളം. കേരളത്തിൻ്റെ സാമൂഹ്യ വളർച്ച ലോകമൊട്ടാകെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കേരള മോഡൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ വളർച്ചയുടെ ഭാഗമാണ് സാമ്പത്തികമായ വളർച്ചയും. ഇതിനെല്ലാം അസഹിഷ്ണുതയുള്ള, ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവാത്ത മനസ്സുള്ള പഴയ ചാതുർബണ്ഡ സംസ്കാരത്തിൻ്റെ ഉടമകൾ പാവപ്പെട്ടവനെല്ലാം അടിമയായി ജന്മിക്ക് കീഴിൽ കഴിഞ്ഞോളണം എന്ന് പറയുന്ന ചാതുർബണ്ഡ വ്യവസ്ഥയുടെ ഉടമകളായ BJP നേതൃത്വം ഈ കേരളത്തിൻ്റെ വളർച്ചയെ തകർക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ഒരു കേന്ദ്ര നീക്കം. അതിനെതിരെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായാലും രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ ഈ സമരം ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ ഒരു ചരിത്ര സമരത്തിന് തുടക്കം കുറിക്കുക. ഏതായാലും ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വർഗ ബഹുജന സംഘടനകൾ ഇങ്ങോട്ടേക്ക് പ്രകടനവുമായി എത്തുന്നതായിരിക്കും. വൈകുന്നേരം 5 മണി വരെയാണ് നിലവിൽ ഈ സമരം തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഒന്നടങ്കം ഇതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അവർ അറിയിച്ചത് 21-ാം തീയതി സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. സർക്കാർ വിളിച്ചിട്ടുള്ള ഈ സർവകക്ഷി യോഗത്തിൽ സംയുക്തമായി ഒരു സമരത്തിലേക്ക് നീങ്ങുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സഹകരണ പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ചും ഈ നോട്ട് പ്രതിസന്ധിയുടെ മറവിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ് കേന്ദ്രവും RBIയും നടപ്പാക്കുന്നത്. ഇതിന് സംസ്ഥാനം അനുവദിക്കില്ല. ഇത്തരത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ സംസ്ഥാനം അനുവദിക്കില്ല എന്ന് തന്നെയാണ്, അതിനുള്ള ആദ്യഘട്ട സൂചന തന്നെയാണ് ഈ പ്രതിഷേധ സമരം. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. വലിയൊരു പ്രതിഷേധത്തിലേക്ക് സംസ്ഥാനവും കടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യഗ്രഹം ഇരിക്കുന്നു. 10 മണിയോടുകൂടിയാണ് സത്യഗ്രഹ സമരം ആരംഭിക്കുക.